ഇവരുടെയൊക്കെ പ്രകടനങ്ങൾ കണ്ട് അത്ഭുതം കൊണ്ടിട്ടുള്ള ഒരു നാടക പ്രവർത്തകൻ. കാലാന്തരത്തിൽ ഗൾഫിലേക്ക് എറിയപ്പെട്ട 30 കൊല്ലത്തിലധികം അവിടെ ജീവിക്കേണ്ടി വന്നപ്പോഴും കോഴിക്കോടിൻ്റെ നാടക പാരമ്പര്യം, സാംസ്കാരിക കലാപാരമ്പര്യം, അതിൻ്റെ ഈടുബലത്തിൽ പ്രവർത്തിച്ചൊരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. കമൽ സാറിനെ ഞാൻ അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഗദ്ദാമ, അതുപോലെ പ്രണയമീനുകളുടെ കടൽ എന്നീ സിനിമകളിൽ അദ്ദേഹം എനിക്ക് വേഷം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ലാൽ ജോസിൻ്റെ 2 പ്രധാന സിനിമകൾ, അറബി കഥയും അതേപോലെ തന്നെ ഡയമണ്ട് നെക്ലേസും, ഈ സിനിമകളിലും ഞാൻ പങ്കാളിയായിട്ടുണ്ട്. അവിടെ നടന്നിട്ടുള്ള ഒരുവിധം സിനിമാ സംരംഭങ്ങളിലൊക്കെ എനിക്ക് അവസരം നൽകിയത് എൻ്റെ മാധ്യമ പ്രവർത്തനം മാത്രമല്ല, ഒരുപക്ഷെ കുട്ടിക്കാലം തൊട്ട് ഇവിടുത്തെ നാടകവേദികളിൽ സജീവമായിരുന്ന ഒരു പ്രവർത്തന കാലയളവിലെ അനുഭവങ്ങളാണ്. നാടകം തീർച്ചയായും ശരീരം കൊണ്ട്, തൻ്റെ ഭാഷ കൊണ്ട്, തൻ്റെ അംഗഭാഷ കൊണ്ടും തൻ്റെ സംസാര ഭാഷ കൊണ്ടും ആവിഷ്കരിക്കുമ്പോൾ ആ നടൻ സാധിക്കുന്നത് തനിക്ക് മുന്നിലിരിക്കുന്നവരെ ഏതെങ്കിലും തരത്തിൽ ഉത്തേജിപ്പിക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഏറ്റവും മൂർത്തമായ സംഭാവനകൾ നൽകിയ നാടാണ് കേരളം. ഇവിടെ കമൽ സാർ സൂചിപ്പിച്ച സമയത്ത് നമ്മുടെ മനസ്സിലൂടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ പോലുള്ള നാടകങ്ങൾ കടന്നുപോയിട്ടുണ്ടാവണം. കേരളത്തെ മാറ്റിമറിച്ച നാടക പ്രവർത്തനം, അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് താജ അടക്കമുള്ള, KT അടക്കമുള്ള മഹാരഥന്മാരുടെ സംഭാവനകൾ, തിക്കോടിയന്റെ സംഭാവന, KTയുടെ സംഭാവന, ഈ കോഴിക്കോടിനെ ഓർക്കുമ്പോൾ വാസുപ്രദീപ് അടക്കമുള്ളവരുടെ നാടക സംഭാവനകൾ, ഇങ്ങേ തലയ്ക്കൽ എബക്സിന്റെ നേതൃത്വത്തിൽ ശശിയും അൻവറും ഷാജിയും നിശാന്തും അടക്കമുള്ള പ്രവർത്തകരൊക്കെ നടത്തിയിരുന്ന നാടക പ്രവർത്തനങ്ങൾ, ഇതിൻ്റെയൊക്കെ സങ്കുലമായ ഒരു സംയോജിത രൂപമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സാംസ്കാരിക രംഗം എന്ന് പറയുന്നത്. ആ സാംസ്കാരിക രംഗം വളരെ അപകടകരമായ ഭീഷണികളെ നേരിടുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ കാലാവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ നാം കൂടുതൽ ജാഗ്രതയാകേണ്ട ഒരു സന്ദർഭമാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഇതിന് ഏറ്റവും അടിയിലൂടെ പോകുന്നുണ്ട്. കലാകാരന് മിണ്ടാൻ കഴിയാത്ത, പറയാൻ കഴിയാത്ത, അവരാവിഷ്കരിക്കാൻ കഴിയാത്ത, അവൻ പോലും കാണാത്ത, നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത ഒരുപാട് നിയന്ത്രണങ്ങൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നതിന് ഭീഷണമായ ഒരു കാലഘട്ടത്തിലാണ്. നമുക്കാർക്കും സ്വതന്ത്രമായി ഒന്നും ചിന്തിക്കാൻ കഴിയാത്ത ഒരു ഭീഷണമായ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. ഹരീഷ് വാസുദേവൻ കൊടുത്ത ഒരു അപേക്ഷ നമ്മുടെ മുന്നിലുണ്ട്. ഞാനൊരു നാടകം എഴുതാൻ പോകുന്നു, എനിക്ക് എൻ്റെ കഥാപാത്രങ്ങൾക്ക് നൽകാൻ കഴിയുന്ന പേരുകൾ നിർദ്ദേശിക്കാമോ എന്ന് നമ്മുടെ സെൻസർ ബോർഡിനോട് ഹരീഷ് വാസുദേവൻ ചോദിക്കേണ്ട ഒരവസ്ഥയിലേക്ക്, നാം ഓരോ കലാകാരന്മാരും അങ്ങനെ ചോദിക്കേണ്ട അവസ്ഥയിലേക്ക്, മുൻകൂർ തിട്ടോടം വാങ്ങേണ്ട അവസ്ഥയിലേക്ക് കലാകാരന്മാർ വലിച്ചെറിയപ്പെടുന്ന ഒരു ആവിഷ്കാര നിയന്ത്രണത്തിന്റെ കാലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നതുകൊണ്ട് നമ്മുടെ എല്ലാ കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും മറ്റൊരു തലം കൈവരുന്ന ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് റഫീഖിന്റെ ഈ അനുസ്മരണ ദിനത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. വളരെ വളരെ സന്തോഷം നിങ്ങളോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞ ഈ ദിവസം. എൻ്റെ പ്രിയപ്പെട്ട കമൽക്ക, ഞാൻ കമൽക്ക എന്ന് വിളിക്കുന്നുണ്ട്, കമൽ സാറിൻ്റെ കൂടെ കുറേ നേരം ചെലവഴിക്കാൻ കഴിഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സന്തോഷിനെ വീണ്ടും കണ്ടുമുട്ടാൻ കഴിഞ്ഞത്, ഈ പെണ്ണടം നാടകം ദുബായിൽ ആദ്യ അവതരണങ്ങളുടെ ഘട്ടത്തിൽ അന്ന് പൊന്നാട കാണിക്കാനുള്ള സൗഭാഗ്യം എനിക്കാണ് ഉണ്ടായത്. സന്തോഷിനെ ആ അഭിമാനം കൂടിയുണ്ട്. അത്രയും വേദികൾ, 100 കണക്കിന് വേദികൾ പിന്നിട്ടാണ് സന്തോഷം ഇവിടെ വന്നു നിൽക്കുന്നത്. ആ നാടകം നിങ്ങളെ അത്ഭുതപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെയുള്ള നാടക പ്രവർത്തകർ സന്തോഷിനെ പോലെയും ശശിയെ പോലെയും ശിവദാസിനെ പോലെയും ഒക്കെ ഇങ്ങേ തലമുറയിൽ, ശിവദാസ് ഞാൻ സ്കൂൾ നാടകങ്ങളിൽ ചെയ്തു തുടങ്ങിയ കാലത്ത് എൻ്റെ ശിഷ്യരാണ്. അങ്ങനെ ധാരാളം ആളുകൾ ഇപ്പോഴും ആ കലാരൂപത്തെ ഇത്രയും വികാര വായ്പോടെ കൊണ്ടു നടക്കുന്നു എന്നത് തന്നെയാണ് നിശാന്ത് ഇവിടെ പറഞ്ഞ ആ അടിവരയിടൽ. നാടകം മരിക്കില്ല, നാടകം അവസാനിക്കില്ല, നാടകം ശബ്ദിച്ചുകൊണ്ടേയിരിക്കും, നാടകം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും, നാടകം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, നാടകം സമരായുധമായി തന്നെ നിൽക്കും. VS-നെ പോലെ. നന്ദി, നമസ്കാരം. നന്ദി മോദികേക. അടുത്തതായി നമ്മോട് സംസാരിക്കാൻ ശ്രീമതി MA ഷഹനാസിനെ ക്ഷണിക്കുന്നു.